ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കട്ടപ്പനയിൽ പ്രീനോഷീറ്റിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തമിഴ്നാടുള്ള കമ്പം തേനിയിലെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഞങ്ങൾക്ക് ടൂറ് പോകുവാനുള്ളൊരു അവസരം ലഭിച്ചു. അവിടെ ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. ആ മുന്തിരിത്തോട്ടത്തിൽ ആ മുന്തിരിയുടെ ശാഖകൾ വെട്ടിയൊരുക്കുന്ന ഒരു കൂട്ടം ജോലിക്കാർ, മറുഭാഗത്ത് ആ മുന്തിരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കുന്ന ഒരു കൂട്ടം ജോലിക്കാർ, ഇതെല്ലാം നോക്കി നിൽക്കുന്ന ഒത്തിരി ആളുകൾ. ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ട് തിരിച്ച് ഞങ്ങളുടെ സെമിനാരിയിലേക്ക് വരുന്ന വഴിയോരത്ത് മുന്തിരി കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരെ ഞങ്ങൾക്ക് കാണുവാനായിട്ട് ഇടയായി. അത് കണ്ടപാടെ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം നിർത്തി ഞങ്ങളെല്ലാവരും ഈ കച്ചവട സ്ഥലത്തിലേക്ക് നടന്നു. അപ്പോൾ റോഡരികിൽ ഇങ്ങനെ പല കുട്ടകളിലായിട്ട് ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്ന മുന്തിരിക്കൊട്ടകളാണ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചത്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള മുന്തിരികൾ 2 കുട്ടകളിലായിട്ട് വെച്ചിട്ട് അത് വിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരൻ അതിൻ്റെ വില എന്തെന്നറിയുവാനായിട്ട് ഈ കടക്കാരനോടൊന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഈ കുട്ടയിലിരിക്കുന്ന മുന്തിരിക്ക് 100 രൂപയും ഈ കുട്ടയിലിരിക്കുന്ന മുന്തിരിക്ക് 50 രൂപയുമെന്ന്. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം തമാശ പറയുന്ന ഒരു സഹോദരൻ വളരെ സീരിയസ് ആയിട്ട് ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ, ഈ 2 കുട്ടയിലിരിക്കുന്ന മുന്തിരി ഒരു തരം മുന്തിരി തന്നെയല്ലേ, പിന്നെ എന്താണ് 2 വില എന്ന്? അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ഈ കുട്ടയിലിരിക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞാൽ അത് കുലയോട് കൂടിയുള്ള മുന്തിരിയാണ്, അത് കൂടുതൽ നാൾ ഫ്രഷായിട്ടിരിക്കും. എന്നാൽ ഈ കുട്ടയിലിരിക്കുന്ന മുന്തിരി എന്ന് പറഞ്ഞാൽ അത് കുലയിൽ നിന്ന് അടർന്നു വീണ മുന്തിരിയാണ്, അത് ഇന്നല്ലെങ്കിൽ ഈ ദിവസത്തിന് അധികം നാൾ അത് നീണ്ടു നിൽക്കുകയില്ല. നിങ്ങളിത് മേടിച്ച് ഇത് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഇത് പതിയെ ചീത്തയാകുവാനായിട്ട് തുടങ്ങും. പ്രിയമുള്ളവരെ, കുലയോട് ചേർന്നിരിക്കുന്ന മുന്തിരി കൂടുതൽ ഫ്രഷായിട്ടിരിക്കുന്നത് പോലെ തൈത്തണ്ടാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തു നൽകുന്ന ശക്തിയും ക്രിസ്തു നൽകുന്ന ജീവനും അങ്ങനെ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം ഒരു ക്രിസ്തു ശിഷ്യരെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഇന്നത്തെ കൈത്തകാലത്തിലെ ഈ 2ാമത്തെ ഞായറിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ തിരുസഭ നമുക്ക് വിചിന്തനത്തിനായിട്ട് നൽകുന്ന എല്ലാ വചനഭാഗങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇന്നത്തെ വായനകളിലെല്ലാം നമ്മൾ വായിച്ച് കേൾക്കുക. 1ാമത്തെ വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പട്ടികകളാണ് നമ്മൾ വായിച്ച് കേൾക്കുക. എന്നാൽ 2ാമത്തെ വായനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവഭക്തൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കാണുക. എന്നാൽ ലേഖനഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുക യോഗ്യതയില്ലാഞ്ഞിട്ടും ദൈവം ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ഔദാര്യവുമാണ് നമ്മൾ കാണുക. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ അവിടെ കാണുക അന്ത്യത്താഴത്തിന് ശേഷം താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് വിടവാങ്ങൽ സന്ദേശം നൽകുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുക. ഇന്നത്തെ സുവിശേഷം മുഴുവനുമായിട്ട് നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ ഈശോ നമ്മളോട് 3 കാര്യങ്ങളാണ് നമ്മളോട് സന്ദേശമായിട്ട് നമ്മളോട് പറഞ്ഞു തരിക. ഒന്നാമതായിട്ട് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്ന്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായിട്ട് അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഈ വെട്ടിയൊരുക്കൽ ഓരോ ശാഖയെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം നൊമ്പരപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഈ വചനം നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സഹനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും നൊമ്പരത്തിലൂടെയൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്.
നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തെ വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വെട്ടിയൊരുക്കുന്നത് കൃഷിക്കാരനായ നമ്മൾ ജീവനോളം സ്നേഹിക്കുന്ന നമ്മുടെ ദൈവമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നും, നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളുടെ വേളകളിലും നമ്മെ ശക്തിപ്പെടുത്തുന്ന സാന്നിധ്യമായിട്ട് നമ്മുടെ കൂടെ ക്രിസ്തു ഉണ്ടെന്നും, ആ ക്രിസ്തുവാകുന്ന ആ മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്ന ശാഖകളായിട്ട് ഓരോ ക്രിസ്ത്യാനിയും മാറണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുക. രണ്ടാമതായിട്ട്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ ചേർന്ന് നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കാത്തതുപോലെ നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഈ ഒരു വചനത്തിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ക്രിസ്തു വലിയൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നമുക്ക് നൽകുക. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒത്തിരിയേറെ തിരക്ക് പിടിച്ച ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റേതായിട്ടുള്ള ഫലം പുറപ്പെടുവിക്കുവാനുള്ള തിരക്കിലെ, ഈ ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന പല സുഖങ്ങളും സ്വന്തമാക്കുവാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുവാനുള്ളൊരു തിരക്കിൽ, നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പകർന്നു നൽകുവാനുള്ള തിരക്ക്, നമ്മുടെ ജീവിത പങ്കാളിയെ കൂടുതൽ സന്തോഷിപ്പിക്കുവാനുള്ള തിരക്ക്, അങ്ങനെ പലവിധത്തിലുള്ള വ്യഗ്രതയിലൂടെ കടന്നു പോകുന്നവരാ നമ്മൾ ഓരോരുത്തരും. ഈ വ്യഗ്രത നിറഞ്ഞ നമ്മുടെ ജീവിതത്തിലെ, ഈ തിരക്കേറിയ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മുന്തിരിച്ചെടിയാകുന്ന എന്നോട് നിനക്ക് ചേർന്നിരിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന്. മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിനോട് ചേർന്നിരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ വഴി എന്താണെന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയും മറ്റു കൂദാശകളുമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനയും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനിൽ നിന്ന് ശക്തി പ്രാപിക്കുവാനായിട്ട്, അവൻ്റെ ജീവരസം സ്വീകരിച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. മൂന്നാമതായിട്ട്, വളരെ പ്രതീക്ഷ നൽകുന്ന വചനത്തോടു കൂടിയാണ് ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുക. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളുക, ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ കാണുക. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്നവർ മാത്രമാകാതെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ പ്രവൃത്തി കൊണ്ട് അത് പ്രതിഫലിപ്പിക്കുന്നവരാകുവാനും, അങ്ങനെ മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നവരാകുവാനായിട്ടുള്ള വലിയൊരു കൃപാവരത്തനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.